നമസ്കാരം. രാഗമീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധ്യമാവതി മംഗളകരമായ രാഗമാണ് മധ്യമാവതി. കർണാടക സംഗീതത്തിലെ വളരെ പ്രശസ്തമായ രാഗമാണിത്. ധാരാളം ജനപ്രിയ കൃതികളും സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും ഈ രാഗത്തിലുണ്ട്. 22ാം മേളകർത്താ രാഗമായ ഘരപ്രിയയുടെ ജനിരാഗമാണ് മധ്യമാവതി. കച്ചേരികളിൽ അവസാനം പാടുന്നൊരു രാഗമാണ് മധ്യമാവതി. നമുക്ക് മധ്യമാവതിയുടെ ആരോഹണാവരോഹണങ്ങൾ നോക്കാം. സരി മ പ നി സ സ നി പ മരി സ. ഇനി നമുക്ക് മധ്യമാവതിയുടെ സ്വരസ്ഥാനങ്ങൾ നോക്കി. ഷഡ്ജം, ചതുശ്രുത ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, കൈശികി നിഷാദം ഇവയാണ് മധ്യമാവതിയുടെ സ്വരസ്ഥാനങ്ങൾ. ശ്രീരാഗം, മണിരംഗ്, ബൃന്ദാവന സാരംഗ തുടങ്ങിയ രാഗങ്ങൾ മധ്യമാവതിക്ക് സമാന രാഗങ്ങളാണ്. ഇനി നമുക്ക് മധ്യമാവതിയിലുള്ള കൃതികളെ നോക്കാം. സംഗീത പിതാമഹനായ ശ്രീ പുരന്ദരദാസർ ആദിതാളത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു കൃതി രാഗത്തിലുണ്ട്. ഭാഗ്യദലക്ഷ്മി ബാരമ്മ, ഭാഗ്യദലക്ഷ്മി ബാരമ്മ, നമ്മമ്മനി സൗഭാഗ്യാത ലക്ഷ്മി ബാരമ്മ, നമ്മമ്മനി സൗഭാഗ്യാത ലക്ഷ്മി ബാരമ്മ, നമ്മമ്മനി സൗഭാഗ്യാത ലക്ഷ്മി ബാരമ്മ. പിന്നെ ശ്രീ ത്യാഗരാജ സ്വാമികളുടെ രാമകഥ സുധ എന്ന് പറഞ്ഞ ഒരു കൃതി. രാമകഥ സുധ, രാമകഥ സുധ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ നഗമോ ഗളവാണി, അതൊരു ഉത്സവ സമ്പ്രദായ കൃതിയാണ്. നഗമോ മൂകളവാണി നാമ മോഹരിണുയി അങ്ങനെ കൃതിയാണ്. പിന്നെ ഊത്തുങ്കാട് വെങ്കട സുബ്ബയ്യരുടെ ഒരു കൃതിയുണ്ട് കൃഷ്ണനെ പറ്റിയുള്ളത്. ആടാത് അസെങ്കാത് വാ കണ്ണ. പിന്നെ സ്വാതിരുനാളിൻ്റെ കോസലേന്ദ്ര എന്ന് പറഞ്ഞ കൃതിയുമുണ്ട്. ഇനി ഭക്തിഗാനങ്ങളിലേക്ക് വന്നാൽ SPB പാടിയ മനോഹരമായൊരു ഗാനം ശങ്കര, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ശങ്കര നാദശരീരാ പരാ വേദവിഹാരാധരാ ജീവേശ്വര ശങ്കര ശങ്കര. മറ്റൊരു ഗാനം ഹരിവരാസനം, വളരെയധികം പ്രസിദ്ധമായ ഭക്തിഗാനമാണിത്. ഹരിവരാസനം വിശ്വമോഹനം ഹരിദതീശ്വരം ആരാധ്യ പാതുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം അരുണഭാസുരം ഭൂതനായകം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. മറ്റൊരു ഭക്തിഗാനം മഹാദേവ മനോഹര, അതൊരു സോപാന സംഗീതത്തിലത്തെ ഒരു ഭക്തിഗാനാണ്. മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭു മഹാമായ ഭഗവതി പ്രിയ നിന്നെ തൊഴുന്നേൻ. എരിക്കും കൂവളത്തില ഇതൾമാല ധരിച്ചു കൊണ്ടിരിക്കും ശങ്കര പ്രഭു ഇതാ നിന്നെ തൊഴുന്നേൻ. മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭു. ഇങ്ങനെ തുടങ്ങുന്ന ഭക്തിഗാനമാണത്. പിന്നെയുള്ളത് കണ്ണിനു നേദിക്കാൻ കദളിപ്പഴം. കണ്ണനു നേദിക്കാൻ കദളിപ്പഴം, കണ്ടത്തിലണിയുവാൻ തുളസിഹാരം. പിന്നെ
നാഗഭൂഷിത എന്ന് പറഞ്ഞൊരു ഭക്തിഗാനമുണ്ട്. നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും. ഇനി സിനിമാ ഗാനങ്ങളിലേക്ക് വന്നാൽ നമുക്ക് അവിടെയും മധ്യമാവധിയിലുള്ള ധാരാളം സിനിമാ ഗാനങ്ങളെ കാണാൻ സാധിക്കും. ചിത്രമെന്ന സിനിമയിൽ ഷിബു ചക്രവർത്തിയുടെ രചനയിൽ കണ്ണൂർ രാജൻ മ്യൂസിക് നൽകി MG ശ്രീകുമാർ പാടിയ വളരെയധികം ഹിറ്റായ ഗാനം ഈറൻ മേഘം. ഇത് മധ്യമാവധിയാണുള്ളത്. ഇത് നമുക്കൊന്ന് കേട്ടു നോക്കാം. മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വേഴാമ്പൽ ഒരു മാറി മുകിലിനെ പ്രണയിച്ചു പോയി. പൂവമ്പനമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. ആ വാനിടം മംഗളമാലപിക്കേ ഓമനെ നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈറൻ മേഘം പൂവും കൊണ്ടേ പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂങ്കാറ്റും സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. മറ്റൊരു ഗാനം വണ്ണാത്തിപ്പുഴ. കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം. കളിയാട്ടം എന്ന സിനിമയിലാണ് ഈ ഗാനമുള്ളത്. ഇത് നമുക്കൊന്ന് കേട്ടു നോക്കാം. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളേ. ചെമ്മാനപ്പൂമുറ്റം നിറയെ മണിമഞ്ചാടി വാരിയെറിഞ്ഞോളേ. ഇത് കഴിഞ്ഞുള്ള വരികളിൽ ഭാഗ്യാദയുടെ അനുപല്ലവിയുടെ ഈണമാണ് ഉള്ളത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ആദ്യം ഭാഗ്യാദയുടെ അനുപല്ലവി. ಹೆಜ್ಜೆಯ ಮೇಲೆ ಹೆಜ್ಜೆಯನಿಕ್ಕುದ ಕೆಜ್ಜ ಕಾಳ್ಗಳ ಧ್ವನಿಯ ಮಾಡುದ. ಹೆಜ್ಜೆಯ ಮೇಲೆ ಹೆಜ್ಜೆಯನಿಕ್ಕುದ ಕೆಜ್ಜ ಕಾಳ್ಗಳ ಧ್ವನಿಯ ಮಾಡು. ಸಜ್ಜನ ಸಾಧು ಪೂಜೆಯ ವೇಳೆಗೆ ಮಚ್ಚಿಗೆಯುಳಗಿ ಬೆಣ್ಣ ಎಂದೇ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ. കുങ്കുമമിട്ടകവിൽ തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ. കുങ്കുമമിട്ടകവിൽ തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ മഞ്ഞളണിഞ്ഞൊരു പൂമയോടെ നിലാവിലൊരുങ്ങി മയങ്ങണ കണ്ണേ കണ്ണാടി തിങ്കൾ കണ്ണാടി തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത്. മറ്റൊരു ഗാനം ഏതാണെന്ന് വെച്ചാൽ അന്തിപ്പൊൻവട്ടം. ഷിബു ചക്രവർത്തി എഴുതി ഔസേപ്പച്ചൻ സംഗീതം നിർവഹിച്ച് MG ശ്രീകുമാറും സുജാത മോഹനും പാടിയ ഗാനം. വന്ദനം എന്ന സിനിമയിലാണ് ഈ ഗാനമുള്ളത്. നമുക്ക് ആ ഗാനമെന്ന് കേട്ടു നോക്കാം. അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിലെ മാണിക്യച്ചെപ്പ് വിണ്ണിൻ മാണിക്യച്ചെപ്പ്. താനാ തിന്തിന്താര 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 തനന തിന്തിന്താര തിന്തിന്താര താനാ തിന്തിന്താര 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 തനന തിന്തിന്താര തിന്തിന്താര തി. മറ്റൊരു ഗാനം ഏതാണെന്ന് വെച്ചാൽ ഒരു അഭിഭാഷകൻ്റെ കേസ് ഡയറി എന്ന ചിത്രത്തിൽ ഷിബു ചക്രവർത്തി രചിച്ച് രവീന്ദ്രമാഷ് സംഗീതം നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം മഴ പെയ്തു മാനം. ആ ഗാനമെന്ന് നമുക്ക് കേട്ടു നോക്കാം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേൻ മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം. ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. മറ്റൊരു ഗാനം ഏതാണെന്ന് വെച്ചാൽ കൽപ്പാന്തകാലത്തോളം. വിദ്യാധരൻ മാഷ് സംഗീതം നിർവഹിച്ച് ശ്രീമൂലം നഗരം വിജയൻ എഴുതി യേശുദാസ് പാടിയ ഗാനം. എൻ്റെ ഗ്രാമം എന്ന ചിത്രത്തിലാണ് ഈ ഗാനമുള്ളത്. നമുക്ക് ആ ഗാനമെന്ന് കേട്ടു നോക്കാം.
കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെപ്പോലെ, കവർന്ന രാധികയെപ്പോലെ. നമ്മൾ മധ്യമാവധിയിലുള്ള പ്രധാനപ്പെട്ട കൃതികളെയും ഭക്തിഗാനങ്ങളെയും സിനിമാ ഗാനങ്ങളെയും എല്ലാം പറഞ്ഞു. എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ. രാഗാമീറ്റിൻ്റെ മറ്റു എപ്പിസോഡിൽ നമുക്ക് കാണാം. നന്ദി.